ദൈവജനമേ, ഒരു അടിമയ്ക്കും സ്വന്തം പ്രയത്നം കൊണ്ട് അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. അക്കാരണം കൊണ്ടാണ് ദൈവപിതാവ് മനുഷ്യരെ വീണ്ടെടുക്കുവാൻ സ്വന്തം പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, അത് സമൃദ്ധമായി തന്നെ ഉണ്ടാകുവാൻ. തൻ്റെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും കർത്താവായ ഈശോ പാപത്തിന്മേൽ വിജയം നേടി നമുക്ക് വേണ്ടി. കുമ്പസാരം എന്ന മനോഹരമായ കൂദാശയിലൂടെ വിജയത്തിൻ്റെ ആ കൃപ നമുക്കായി നൽകപ്പെടുന്നു. ഉദ്ധിതനായ കർത്താവിൻ്റെ തന്നെ പദ്ധതിയാണത്. ദൈവവുമായി നമ്മെ രമ്യതപ്പെടുത്താൻ, റിക്കൺസൈൽ ചെയ്യുവാൻ, പാപത്തിൽ നിന്ന് തിരിച്ച് ധൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിൻ്റെ കൃപാവരത്തിൽ ജീവിക്കുവാനുള്ള ക്ഷണം ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ പിതാവായ ദൈവം വെച്ചിട്ടുണ്ട്. അത് തിരഞ്ഞെടുത്ത് ആ ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നമ്മളുടെ മുന്നിൽ വയ്ക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ദൈവം കൈ കടത്തില്ല. ദൈവം നമുക്ക് ഫ്രീഡം തന്നിട്ടുണ്ട്. നാം ദൈവത്തെയാണോ സാത്താനെയാണോ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇറ്റ്സ് ആർ സോൾ ഡിസിഷൻ. രണ്ട് യജമാന്മാരെ ഒരിക്കലും നമുക്ക് സേവിക്കാൻ സാധിക്കുകയില്ല. രണ്ട് തോണിയിൽ കാൽ വെച്ച് നമ്മൾക്കൊരിക്കലും ഒരു ദിശയിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല കംഫർട്ടബിളായിട്ട്. കത്തോലിക്കാ സഭയിലെ കുമ്പസാരം എന്ന കൂദാശ വളരെ ഉദാത്തമാണ്. സാധാരണ വിശ്വാസികൾ ശരിയായ ബോധ്യമില്ലാതെയാണ് ഈ കൂദാശ സ്വീകരിക്കുന്നത്, ഞാനുൾപ്പെടെ. ദൈവവചന പ്രഘോഷണത്തിലും വിശുദ്ധ കുർബാനയിലുമൊക്കെ ഇതാണ് അവസ്ഥ. വളരെ തണുത്ത മരവിച്ച അവസ്ഥ. ദൈവവചനം കേൾക്കുന്നതും ധ്യാനിക്കുന്നത് പോലും, അതുൾപ്പെടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതൊക്കെ ഇന്ന് പല കാര്യങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരവസ്ഥയായി മാറിക്കഴിഞ്ഞു. സഹോദരങ്ങളെ, വൈകരുത്. നമ്മൾക്ക് തിരുത്താം, തിരിച്ചറിയാം, മടങ്ങി വരാം നമ്മളുടെ അപ്പൻ്റെ സന്നിധിയിലേക്ക്. കാരണം ഇതാണ് രക്ഷയുടെ സമയം. കർത്താവ് ഏത് സമയവും നമ്മളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കാൻ ഇതാ വീണ്ടും വരുന്നു. കർത്താവ് ക്ഷണിക്കുന്നു, വരുവീൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. ഈശോയുടെ രക്ഷിക്കുന്ന സ്നേഹം നാം വ്യക്തിപരമായി അറിയുന്ന ഇടമാണ് കുമ്പസാരക്കൂട്. ഈശോ നേടിയെടുത്ത നവജീവൻ നമുക്ക് അതിലൂടെ സമ്മാനിക്കുന്നു. കുർബാന സ്വീകരിക്കുന്നതിലൂടെ പൂർണ്ണമാകുന്നു. വിശുദ്ധിയുടെ കരുത്തിൽ നമ്മെ ക്രിസ്തുവിനോടൊപ്പം ജീവിപ്പിക്കുന്ന ഉത്ഥാനത്തിൻ്റെ സമ്മാനമാണിത്. നമ്മൾക്ക് മടങ്ങി വരാം നമ്മളുടെ അപ്പൻ്റെ അടുത്തേക്ക്. തിരിച്ചറിയാം, തിരുത്താം ഇന്ന് തന്നെ സഹോദരങ്ങളെ.